ഇന്ത്യയിലെ 26ഓളം നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചിരുന്നു. ഒരു മിസൈലും ഒരു നഗരത്തിലും വന്ന് പതിച്ചില്ല എന്നത് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിന്റെ പ്രതീകമാണ്. എന്നാൽ 26 നഗരങ്ങളിലേക്കും പാകിസ്ഥാൻ അയച്ച 300-350 മിസൈലുകൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളെല്ലാം തുർക്കി കൊടുത്തതാണ്. തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തി. വലിയ തോതിൽ ആയുധം അവർ ഈ യുദ്ധസമയത്ത് യുദ്ധാന്തരീക്ഷം ഉണ്ടായപ്പോൾ മിസൈലുകളും ഡ്രോണുകളും കൈമാറി. ഇവ ഉപയോഗിച്ചാണ് വാസ്തവത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, പരസ്യമായി ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമാണ് ഞങ്ങൾ, തരം കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യക്ക് പണി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച് തുർക്കി രംഗത്ത് വന്നു. തുർക്കിയോടൊപ്പം തന്നെ അസർബൈജാനും രംഗത്ത് വന്നു. ഇന്നലെ വരെ തുർക്കി നമ്മുടെ സുഹൃത്തൊന്നുമായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യക്കെതിരെ തുർക്കി രംഗത്ത് വന്നതല്ല. കഴിഞ്ഞ കുറെ കാലമായി എർദോഗന്റെ നിലപാട് ഇന്ത്യ വിരുദ്ധമാണ്. അതിനവർ പാകിസ്ഥാനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന് തുർക്കിയുടെ ആയുധങ്ങൾ പലതും, മിസൈലുകളും ഡ്രോണുകളും അടക്കം പാകിസ്ഥാന് തുർക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ കുറെ കാലമായി തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കുറച്ചു വരുന്നു എന്ന് മാത്രമല്ല, അതീവ തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. സൗദി അറേബ്യയും UAE-യുമായി ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും ശക്തമായി ബന്ധം സ്ഥാപിക്കുന്നത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. നമ്മൾ സൗദിയെയും UAE-യും ചേർത്ത് പിടിക്കുന്നത് തുർക്കിക്കെതിരെയുള്ള പ്രതിരോധമാണ്. തുർക്കിക്കെതിരെയുള്ള ഇസ്ലാമിക ലോകത്തെ നീക്കത്തിൽ സൗദിക്കും UAE-ക്കും ഒപ്പമാണ് നമ്മൾ. മാത്രമല്ല, തുർക്കിയുടെ ശത്രു രാജ്യങ്ങളുണ്ട്. തുർക്കിയുടെ അയൽ രാജ്യങ്ങളും തുർക്കിയുടെ സ്വാധീനത്തെ എതിർക്കുന്നവരുമായ സൗദിയും UAE-യും അല്ലാത്ത രാജ്യങ്ങളുണ്ട്. ഗ്രീസ്, അർമേനിയ, സൈപ്രസ് 3 രാജ്യങ്ങൾ ഉദാഹരണമാണ്. തുർക്കിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും അവർക്കില്ല. ഈ രാജ്യങ്ങളുമായി ഇന്ത്യ അടുപ്പം പുലർത്തുകയും അവരുമായി വളരെയധികം വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഗ്രീസ് നാവികസേനയോട് ചേർന്ന് ഇന്ത്യ മെഡിറ്ററേനിയൻ കടലിൽ നാവികാഭ്യാസം നടത്തി. വളരെ കൃത്യമായ മുന്നറിയിപ്പാണ്. മാത്രമല്ല, അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നത്തിൽ പച്ചയ്ക്ക് അർമേനിയക്കൊപ്പമാണ് ഇന്ത്യ. അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടാണ്.